എൻ്റെ മൈൻഡ് സെറ്റ് ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹലോ, മൈ നെയിം ഇസ് അശ്വതി. ഐ എം എൻ ACCA സ്റ്റുഡൻറ്റ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാനൊരു ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. പല വീഡിയോസിലും ഞാനത് പറഞ്ഞിരുന്നു, ബട്ട് എന്താണ് എവിടെയാണ് എന്നൊന്നും പറഞ്ഞിരുന്നില്ല. സോ ഇന്നത്തെ വീഡിയോ അതിന് പറ്റിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന ഫേമിൻ്റെ പേര് മൊറാക്കിൾ ഫൗണ്ടേഷൻ ആണ്. ഇറ്റ്സ് എ സോഷ്യൽ സർവീസ് ഓർഗനൈസേഷൻ ബേസ്ഡ് ഇൻ UK. അപ്പോൾ എന്താണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, എങ്ങനെയായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ ലിങ്ക്ഡിനിൽ ജസ്റ്റ് ഞാൻ ഓരോ ഓപ്പർച്യൂണിറ്റീസൊക്കെ നോക്കുമ്പോൾ കണ്ടതാണ് മൊറാക്കിൾ ഫൗണ്ടേഷനെ പറ്റിയിട്ട് കേട്ടോ. അപ്പോൾ ഒരു ACCA സ്റ്റുഡൻറ്റ് തന്നെ ഈ മൊറാക്കിൾ ഫൗണ്ടേഷനിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്തിരുന്നു. അപ്പോൾ ആളോട് ഞാൻ ഇങ്ങനെ ഉണ്ട്, എന്താണ് സംഭവം, ആർക്കൊക്കെ ചേരാൻ പറ്റും, അങ്ങനെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ആൾ വഴിയാണ് ഞാൻ മൊറാക്കിൾ ഫൗണ്ടേഷനിൽ കയറുന്നത്. ലോഞ്ച് പാഡ് ട്രെയിനിങ് പ്രോഗ്രാം എന്നൊരു പ്രോഗ്രാമിലൂടെയാണ് കേട്ടോ ഞാനതിൽ കയറുന്നത്. വേറെ കുറേ പ്രോഗ്രാംസും ഉണ്ട്, എസ്പെഷ്യലി ബേസ്ഡ് ഓൺ UK ആൻഡ് ആഫ്രിക്കയാണ്. നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിലേക്കുള്ള ഒരു സംഭവമാണ് ലോഞ്ച് പാഡ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതൊരു 3 months പ്രോഗ്രാമാണ്. ഫസ്റ്റ് മന്ത് നമ്മൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ആണ് എടുക്കുക. ഫോർ എക്സാമ്പിൾ ക്വിക്ക് ബുക്സിൻ്റെ സർട്ടിഫിക്കറ്റ്, എക്സെറോൻ്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ സ്പോട്ട്ലൈറ്റിൻ്റെ സർട്ടിഫിക്കറ്റ്. പിന്നെ നെക്സ്റ്റ് മന്ത് തൊട്ട് മൊറാക്കിൾ അക്കൗണ്ടൻസി ഫോർമുല എന്ന് പറഞ്ഞിട്ടൊരു ഫോർമുല ഉണ്ട്. അതിലത്തെ ഓരോ വർക്ക്സ് നമുക്ക് തരും. ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ എന്തൊക്കെയാണ് അക്കൗണ്ടിങ് വേൾഡിൽ നടക്കുക എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫ് ഐഡിയ നമുക്ക് ഒരു 2-3 months കൊണ്ട് കിട്ടും. ഈ ഒരു കൊമേഴ്സ് മേഖലയിലുള്ള ആൾക്കാരുടെ ഒരു ചിന്തയാണ്, ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ളൊരു സ്പേസാണല്ലോ ഇത്. അതായത് CA, CMA, ACCA എല്ലാ സ്റ്റുഡൻസിനും ഉള്ളൊരു ഇതാണ്, ജോബ് കിട്ടില്ല, എങ്ങനെയാണ് ജോലിക്ക് കയറി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അങ്ങനത്തെ പല ഡൗട്ടിലാവും നിൽക്കുന്നുണ്ടാവുക. ഇപ്പോൾ പഠിക്കുമ്പോൾ തന്നെ അയ്യോ ജോബ് മാർക്കറ്റ് അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനിലാവും നമ്മൾ പഠിക്കുക. ബട്ട് വെൻ യു എൻ്റർ ഇൻ ടു ദിസ് മൊറാക്കിൾ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ആ ഒരു ചിന്ത മാറിക്കിട്ടും. എനിക്കങ്ങനെ മാറി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. സോ ഐ തിങ്ക് നിങ്ങൾക്കും അത് മാറും, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്, എനിക്കറിയില്ല ഇപ്പോൾ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് മൈൻഡ് സെറ്റ് ട്രെയിനിങ് പ്രോഗ്രാം. അതും ഈ 3 months പ്രോഗ്രാം തന്നെയാണ്. എല്ലാ വെനസ്ഡേയ്സിലാണ് ഉണ്ടാവുക. അതൊരു വേറെ ഓർഗനൈസേഷനായ ഗ്ലോബൽ ഇമ്പാക്റ്റ് ഫൗണ്ടേഷനാണ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതും ഒരു നല്ല വർത്തായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ നമുക്ക് സർട്ടിഫിക്കറ്റ്സ്, കുറേ ട്രെയിനിങ് സെഷൻസ്, അക്കൗണ്ടൻസി റിലേറ്റഡ് ട്രെയിനിങ് സെഷൻസ്, മൈൻഡ് സെറ്റ് ട്രെയിനിങ് സെഷൻസ്, അങ്ങനത്തെ കുറേ സർവീസസ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. വാട്ട് ഷുഡ് വി ഡു ടു ദം, അതായത് നമ്മളെന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് വാട്ട് ഷുഡ് വി ഇൻവെസ്റ്റ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരേ ഒരു സംഭവം നമ്മുടെ സമയമാണ്. അല്ലാതെ വേറെ ഒന്നും അവർ ചോദിക്കുന്നില്ല, ഒരു ഫീ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ജസ്റ്റ് നമ്മുടെ സമയം മാത്രമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുള്ളൂ. നല്ലൊരു വാല്യൂബിൾ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ നവംബറിലാണ് ജോയിൻ ചെയ്യുന്നത് കേട്ടോ. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയിൽ ഞാൻ എക്സാം ആയപ്പോൾ കുറച്ച് ഗ്യാപ്പ് എടുത്തു. അത് കഴിഞ്ഞിട്ട് മാർച്ച് അവസാനം വീണ്ടും റീജോയിൻ ചെയ്തു. നല്ലൊരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ തന്നെ നമുക്ക് കിട്ടും. നമ്മുടെ ഒരു ടീം വർക്ക് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ്, അങ്ങനത്തെ പല കാര്യങ്ങളും. പിന്നെന്താ, ഇമോഷണൽ ഇൻ്റലിജൻസ്, പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം, അങ്ങനത്തെ പല സ്കിൽസ് നമ്മൾ ബിൽഡ് ചെയ്യും ആ ഒരു പ്രോഗ്രാമിലൂടെ. പിന്നെ കുറച്ച് പേഷ്യൻസും വേണം കേട്ടോ. അങ്ങനെയൊക്കെ അതിൽ ഫുള്ളി ഇൻവോൾവ് ആയിട്ട് ഇരുന്നാലാണ്, അവരുടെ കൂടെ നിന്ന് ഓരോന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഫുൾ ഒരു വാല്യൂ നമുക്ക് കിട്ടുള്ളൂ എന്ന് പറയാം. നമ്മൾ നല്ല ഹറിബറിയാണ്, നല്ല ബിസി ഉള്ള ഒരു സീസണിലൊക്കെ ആണെങ്കിൽ ഡോണ്ട് കം ടു ദിസ് എന്നാണ് ഞാൻ പറയുള്ളൂ. ഇഫ് യു ക്യാൻ ഇൻവെസ്റ്റ് യുവർ ടൈം ഇൻ ദിസ്, പ്ലീസ് കം ആൻഡ് ജോയിൻ വിത്ത് അസ്. നല്ലൊരു വാല്യൂബിൾ എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ എല്ലാ തേഴ്സ്ഡേയ്സും ഒരു മൊറാക്കിൾ അക്കൗണ്ടൻസി ഫോർമുലയുടെ ഒരു അക്കൗണ്ടിങ് ട്രെയിനിങ് സെഷൻസ് ഉണ്ട്. അത് ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ലിങ്കൊക്കെ ലിങ്ക്ഡിനിലാണ് ഉണ്ടാവുക. സൂം മീറ്റിംഗ് ലിങ്ക് ലിങ്ക്ഡിനിലാണ് ഉണ്ടാവുക. അപ്പോൾ ജസ്റ്റ് ലിങ്ക്ഡിൻ പ്രൊഫൈലൊക്കെ ഒന്ന് കയറി നോക്കിയാൽ യു ക്യാൻ ഗെറ്റ് ദർ. അപ്പോൾ എന്തൊക്കെയാണ് ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു സെഷനിൽ കയറി. അത് ആർക്ക് വേണമെങ്കിലും കയറാം. പിന്നെ ഉള്ളതാണ് ഫ്രൈഡേയ്സിൽ ഒരു CV ക്ലിനിക്ക്. അപ്പോൾ നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് CV അയച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ ഈ CV ക്ലിനിക്കിൽ വന്നിട്ട് നമ്മുടെ CV റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ CV റിവ്യൂ ചെയ്തിട്ട് നല്ല കമൻസ് അവർ പറയും.
അതായത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, എങ്ങനെയായിരിക്കണം ഒരു CV, അങ്ങനെയൊക്കെ നല്ലൊരു സെഷൻ എല്ലാ ഫ്രൈഡേയ്സും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് പാർട്ടാവാം. എല്ലാവരുടെയും ലിങ്ക്സ് നിങ്ങൾക്ക് ലിങ്ക്ഡിൻ വഴിയാണ് ഉണ്ടാവുക. അവരുടെ പേജ് നമ്മൾ ഫോളോ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് അവർ ഇടുന്ന ഓരോ പോസ്റ്റ് ഫോളോ ചെയ്താൽ മതി ഓരോ കാര്യങ്ങൾ അറിയാം. പിന്നെ ഈ 3 months ട്രെയിനിങ് സെഷൻ കഴിഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. ഗ്രാജുവേഷൻ സെറമണി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സെറമണിയിൽ നമുക്ക് സർട്ടിഫിക്കറ്റ്സ് അവർ തരും. അതായത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. 3 months ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് തരും. അപ്പോൾ അതിലും ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്കും ലിങ്ക്ഡിനിലുണ്ടാവും. അപ്പോൾ അതിലൊക്കെ കയറിച്ച്, അതായത് ഫ്രീ ആയിട്ടുള്ള ഈ സെഷൻ, അതായത് ആർക്ക് വേണമെങ്കിലും കയറാൻ പറ്റിയ ഈ സെഷൻസിലൊക്കെ കയറിയാൽ ഇങ്ങനെയാണ് ആ സംഭവം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ നിങ്ങൾക്ക് ലോഞ്ച് പാഡ് ട്രെയിനിങ് പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. എസ്പെഷ്യലി ഇപ്പോൾ ACCയുടെ 9 പേപ്പർ എക്സംഷൻ സ്റ്റുഡൻസിന് കുറേ ഫ്രീ ടൈം ഉണ്ടാവും. അതായത് 9 പേപ്പേഴ്സ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറേ ഫ്രീ ടൈംസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഓൺലൈൻ ആയിരിക്കുന്നത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. അതായത് ഉച്ചയ്ക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അതായത് UK 9 മണിക്കാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ നമുക്കിവിടെ 1:30 ഒരു സമയമാവും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഒരു അവൈലബിലിറ്റി ആ ടൈമിൽ വേണം എന്ന ഒരു അഡ്വാൻറ്റേജാണ് പറയാം. അല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം കയറിയാലും മതി, കുഴപ്പമില്ല. പക്ഷേ മോർണിംഗ് മൈൻഡ് സെറ്റ് സെഷൻ എന്ന് പറഞ്ഞൊരു സെഷൻ നമുക്ക് മിസ്സാവും. അതൊരു നല്ലൊരു സെഷനാണ്. അപ്പോൾ അവിടെ രാവിലെ 9 മണിക്ക് തുടങ്ങുമ്പോൾ ഒരു മോർണിംഗ് മൈൻഡ് സെറ്റ് സെഷനാണ്. എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ മനസ്സിലാവും മോർണിംഗ് മൈൻഡ് സെറ്റ് സെഷനിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന്. കുറച്ച് അധികം പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്, ഇപ്പോൾ അധികം ഇടാറില്ല. ചിലപ്പോൾ എനിക്ക് കയറാൻ പറ്റാറില്ല ഈ സമയത്ത്. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് കയറാറ്. സോ മോർണിംഗ് മൈൻഡ് സെറ്റ് സെഷൻ എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റാറില്ല. ഈ മോർണിംഗ് മൈൻഡ് സെറ്റ് സെഷനും വേറെ മൈൻഡ് സെറ്റ് ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ അസസ് ഉള്ളത് ഇങ്ങനെ മൊറാക്കിൾ ഫൗണ്ടേഷൻ്റെ പാർട്ടായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ്. ബാക്കിയുള്ള അക്കൗണ്ടിങ് ട്രെയിനിങ് സെഷൻ തേഴ്സ്ഡേയ്സിലുള്ളതും CV ക്ലിനിക്കൊക്കെ എല്ലാവർക്കും വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. കംപ്ലീറ്റ്ലി ഫ്രീയുമാണ്. സാധാരണ ലോഞ്ച് പാഡ് ട്രെയിനിങ് പ്രോഗ്രാം 3 monthsൻ്റെയാണ്. അത് നമുക്ക് ഇനി അവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് 3 months ഇൻറ്റേൺഷിപ്പ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ അവിടെ നിൽക്കുന്നത് കേട്ടോ. ഞാൻ ചേരുമ്പോൾ ഏതാണെന്നൊന്നും അറിയാതെയാണ് ചേർന്നത്. ജസ്റ്റ് ഒരു ഇൻറ്റേൺഷിപ്പ്, അങ്ങനെ വലിയ എക്സ്പെക്റ്റേഷനൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. ഐ വാസ് സോ ഹാപ്പി. എന്താ പറയുക, മറ്റേ പൗലോ കൊയ്ലോൻ്റെ ഒരു ബുക്കുണ്ട്, ആൽക്കമിസ്റ്റ്. അതിലൊരു വരിയുണ്ട്. നിൽക്കട്ടോ, ഇപ്പോൾ പറഞ്ഞുതരാം. When you want something, all the universe conspires in helping you to achieve it. ഇത് ആൽക്കമിസ്റ്റത്തെ ഒരു സെൻറ്റൻസ് ആണ് കേട്ടോ. ഇത് ആ ഒരു സമയത്ത് എനിക്ക് ഓർമ്മ വന്നു. ഇതിപ്പോൾ ഉണ്ടല്ലോ, നിങ്ങളിപ്പോൾ ഒരു നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ ഉണ്ടല്ലോ, ഇങ്ങനൊരു അവസരം കിട്ടേ ഉണ്ടാവില്ല. ഇഫ് യു ആർ ട്രൈങ് ടു സീ ഓപ്പർച്യൂണിറ്റീസ് ഇൻ എവറി കോർണർ, ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടിയെത്തും. ഈവൻ ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങളെ തേടിയെത്തിയേക്കാം അല്ലേ. അപ്പോൾ ഐ വാസ് സോ ഹാപ്പി. എന്താ പറയുക, ഞാൻ മുന്നേ പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ചേരണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് പേഷ്യൻസ്. പിന്നെ അവിടുത്തെ ആൾക്കാരെ പറ്റി പറയാനാണെങ്കിൽ ദേ ആർ വെരി സപ്പോർട്ടീവ്. നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അവർ നമ്മളെ നല്ല പോലെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രീ സെഷൻസ് ഉണ്ടല്ലോ, തേഴ്സ്ഡേയ്സിലുള്ള ട്രെയിനിങ് സെഷനും ഫ്രൈഡേയ്സിലുള്ള CV ക്ലിനിക്ക്, പിന്നെ ഗ്രാജുവേഷൻ സെറമണി വരുന്നുണ്ട്, മെയിലായിരിക്കും. അതിൻ്റെയൊക്കെ ലിങ്കൊക്കെ ലിങ്ക്ഡിനിൽ ചെയ്യുന്നുണ്ടാവും, കുറേ പേര് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിലൊക്കെ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് ആ ഒരു കൾച്ചർ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് യു ക്യാൻ ജോയിൻ. അതുപോലെ തന്നെ മോർണിംഗ് മൈൻഡ് സെറ്റ് സെഷൻ്റെ പഴയ സെഷൻസൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതും ജസ്റ്റ് ഒന്ന് കാണുക. അത് അങ്ങനെ റെക്കോർഡിങ്സ് കാണുമ്പോൾ നമുക്ക് കുറച്ച് ബോറായിട്ട് തോന്നും. പക്ഷേ അതിൽ ഇൻവോൾവ് ചെയ്തിട്ട് നമ്മളും കൂടി ആ ഡിസ്കഷനിൽ ഏർപ്പെടുമ്പോൾ അങ്ങനെയൊന്നും തോന്നില്ല. ഏറ്റവും ബെസ്റ്റ് സെഷനായിട്ടാണ് എനിക്ക് മോർണിംഗ് മൈൻഡ് സെറ്റ് സെഷൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളെ നല്ല രീതിയിൽ എന്താ പറയുക, ഇമ്പാക്റ്റ് ചെയ്യും നമ്മുടെ മൈൻഡ് സെറ്റിനെയും. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഈ സ്കിൽസിനെ പറ്റിയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു തോന്നുന്നില്ല, വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ, അപ്പോൾ മൊറാക്കിൾ ഫൗണ്ടേഷൻ്റെ വെബ്സൈറ്റും ഉണ്ട്. അതുപോലെ തന്നെ ലിങ്ക്ഡിൻ, ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽസ്, അങ്ങനത്തെ കുറേ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ടാവുമല്ലോ. അതിലൊക്കെ നിങ്ങൾ നോക്കിയിട്ട് എന്തൊക്കെ സംഭവങ്ങൾ എന്നൊക്കെ നോക്കി മനസ്സിലാക്കി ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ യു ക്യാൻ ടെക്സ്റ്റ് മീ ഓൺ ലിങ്ക്ഡിൻ.
ലിങ്ക്ഡിൻ്റെ ലിങ്ക് എൻ്റെ ബയോ ആൻഡ് ഡിസ്ക്രിപ്ഷനിലൊക്കെ കിട്ടും. സോ ജസ്റ്റ് ഡ്രോപ്പ് എ മെസ്സേജ് ആൻഡ് ആസ്ക് മോർ അബൌട്ട് ഇറ്റ്. ജസ്റ്റ് ഗീവ് ഇറ്റ് എ ട്രൈ. 3 months അല്ലേ, അത് നമ്മളെ നല്ല രീതിയിൽ മാറ്റും ഇഫ് വി ആർ ഇൻവോൾവ് ഇൻ ഇറ്റ്. അല്ലാതെ വെറുതെ അതിൽ ജോയിൻ ചെയ്തിട്ട് വേറെ എവിടെ നോക്കിയിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. കുറേ പേര് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. ഇഫ് യു ഹാവ് ടൈം, നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ യു ക്യാൻ ജോയിൻ. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈമാണ് നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കേണ്ടത്. കുറേ ടൈമൊന്നും മാറ്റി വയ്ക്കേണ്ട, ഒരു 2-3 hours. പിന്നെ ഈ സെഷൻസ് നടക്കുമ്പോൾ അതിലൊക്കെ ഇൻവോൾവ് ആവുക, അത്രമാത്രം മതി. മൈൻഡ് സെറ്റ് ട്രെയിനിങ് സെഷൻ എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു, നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു സെഷനായിരുന്നു. ഇറ്റ് വാസ് എ ഗെയിം ചേഞ്ചർ തന്നെ പറയാം. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അതാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ആവണമെന്നില്ല. ഓരോരുത്തരും പെർസീവ് ചെയ്യുന്നത് വേറെ രീതിയിലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ആവണമെന്നില്ല എന്നുള്ളൊരു വാർണിംഗ് ഞാൻ തരികയാണ്. പിന്നെന്താ, കുറേ ACCA റിലേറ്റഡ്, കൊമേഴ്സ് സബ്ജക്റ്റ് റിലേറ്റഡ് തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഓഡിറ്റ്, ടാക്സേഷൻ. പിന്നെന്താ, ഓഡിറ്റ് ടാക്സേഷനൊന്നും എത്തണ്ട. ഫസ്റ്റ് നമ്മൾ ബേസിക് മുതൽ ഏറ്റവും എൻഡ് വരെയുള്ള ഒരു സൈക്കിൾ നമ്മളിവിടെ നിന്നിട്ട് പഠിക്കും. അതിന് നമ്മൾ നല്ല രീതിയിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. നമ്മുടെ ഇഷ്ടത്തിനല്ലല്ലോ, നമ്മൾ ഫ്രീ ആയിട്ടാണ് അവിടെ നിൽക്കുന്നതെന്ന് ഓർക്കണം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ചിലപ്പോൾ നടന്നൊന്നും വരില്ല. ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, അവരും അതായത് അവർ ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർ നമുക്ക് ട്രെയിനിങ്സ് തരികയാവും. അങ്ങനെ ഒരു സംഭവമാണ് ഒരു വർക്കിൻ്റെ ട്രെയിനിങ്സ്. ഇപ്പോൾ ഞാൻ ഓഡിറ്റ് ട്രെയിനിങ്ങിനാണ്. ഐ മീൻ ഓഡിറ്റിൻ്റെ ബേസിക്സ് എന്തൊക്കെയാണെന്നൊക്കെയാണ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതെല്ലാവരും അവിടെ പഠിക്കുന്നുണ്ടാവില്ല. അപ്പോൾ കുറേ പേര് സർട്ടിഫിക്കറ്റ്സ് എടുക്കാവും, വേറെ കുറേ വർക്ക്സ് ചെയ്യാവും. അങ്ങനെ പലരും പല രീതിയിലുള്ള ഓരോ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിരിക്കും. സോ ഗൈസ്, ഐ ഹോപ്പ് ദിസ് ഈസ് ഹെൽപ്ഫുൾ. ഇങ്ങനെയൊക്കെ വല്ലവരും വന്ന് പറഞ്ഞു തരും നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. I would like to say, if you like this video and if it helped you, please subscribe to this channel. Bye.